ഹായ് ഓൾ, എല്ലാവർക്കും GK Well Done PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓഗസ്റ്റ് 1-ാം തീയതി മുതൽ ഓഗസ്റ്റ് 7-ാം തീയതി വരെയുള്ള വിവിധ പത്രവാർത്തയിൽ നിന്നും തിരഞ്ഞെടുത്തിരിക്കുന്ന വാർത്തകൾ കറണ്ട് അഫയേഴ്സ് രൂപത്തിലാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ശരി, നമ്മൾ ഇന്ന് ആദ്യം തന്നെ ഓഗസ്റ്റ് 1 2022 ഓഗസ്റ്റ് 1 പ്രധാന വാർത്തകൾ ചുരുക്കത്തിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓഗസ്റ്റ് 1 പർവ്വതാരോഹണ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഓഗസ്റ്റ് 1 എന്താണ്? പർവ്വതാരോഹണ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ PIB, പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഏജൻസി, നമ്മളുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഏജൻസിയാണ് ഏത് PIB എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പൽ ഡയറക്ടറായി നിയമിതനായ വ്യക്തിയാണ് സത്യേന്ദ്ര പ്രകാശ്. ആരാണ്? സത്യേന്ദ്ര പ്രകാശ് ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കോമൺവെൽത്ത് ഗെയിംസിനെ കുറിച്ചിട്ടാണ്. ഇനി വരാൻ പോകുന്ന മത്സര പരീക്ഷയിൽ ഷുവറായിട്ടും നമുക്ക് ചോദ്യങ്ങൾ വരാൻ പോകുന്ന ഒരു ഏരിയയാണ് കോമൺവെൽത്ത് ഗെയിംസ്. ഓക്കെ, അപ്പോൾ ഈ കഴിഞ്ഞ കോമൺവെൽത്ത് ഗെയിംസിൻ്റെ മാത്രമായിട്ടുള്ള കറണ്ട് അഫയേഴ്സ് പ്രധാനപ്പെട്ട പോയിന്റുകൾ ഞാൻ വരുന്ന ദിവസം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് 2 സ്വർണം കൂടി കിട്ടിയിട്ടുണ്ട്. അതായത് ഓഗസ്റ്റ് 1-ാം തീയതി നടന്ന വാർത്തയിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അന്ന് കിട്ടിയ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. കോമൺവെൽത്ത് ഗെയിംസുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ പ്രധാന പോയിന്റുകൾ വരും ദിവസങ്ങളിൽ നമ്മളുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുരുഷന്മാരുടെ 66 കിലോഗ്രാം ഭാരോദ്വഹനത്തിലാണ് സ്വർണം നേടിയിരുന്ന വ്യക്തിയാണ് ജെറമി ലാൽ റിനുങ്കാണ്. അതുപോലെ 73 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ സ്വർണം നേടിയതാരാണ്? അജിന്ത ഷുലയാണ്. സ്ത്രീകളുടെ 65 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ വെള്ളി നേടിയത് ബിന്ധ്യ റാണിയുമാണ്. ഇതൊന്ന് നോക്കി വെച്ചോണം, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ദെൻ നമ്മൾ പറയാൻ പോകുന്നത് സംസ്ഥാന വിവരാവകാശ കമ്മീഷണറായി ആരാണ് നിയമിച്ചിരിക്കുന്നത്? A. അബ്ദുൽ ഹക്കീം. നോക്കിക്കോണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി വരുന്ന പരീക്ഷയിൽ നമുക്ക് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷണറായി നിയമിച്ച വ്യക്തി ആരാണ്? A. അബ്ദുൽ ഹക്കീമാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. ഇനി നമുക്ക് അടുത്ത രീതിയിലൊരു ചോദ്യം വരാൻ സാധ്യതയാണ്. നമ്മളുടെ ഈ പറയുന്ന സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ നിയമിച്ച കാര്യം പറഞ്ഞു. ഇനി അതിൽ സ്ക്രീനിങ് കമ്മിറ്റിയിൽ ഉൾപ്പെടുന്ന വ്യക്തികൾ ആരൊക്കെയാണ്? മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, അതുപോലെ തന്നെ മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി കൂടി അതിൽ ഉൾപ്പെടുന്നതാണ്. ഇതൊന്ന് നോക്കി വെച്ചാണ് കേട്ടോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് 2022 വനിതാ കോപ്പ അമേരിക്ക കിരീടം നേടിയതാരാണ്? ബ്രസീലാണ്. ആർക്കാണ്? ബ്രസീലാണ് 2022 വനിതാ കോപ്പ അമേരിക്ക കിരീടം നേടിയിട്ടുള്ളത്. ഇനി കമ്മ്യൂണിറ്റി ഷീൽഡ് ഫുട്ബോൾ കിരീടം നേടിയതാരാണ്? ലിവർപൂളാണ്. ഇനി നോക്കിക്കോണം, അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. എന്താണ്? അംഗനവാടിയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആരംഭിച്ച പോഷകാഹാര പദ്ധതി ഏതാണ്? പോഷകബാല്യം. ഏതാണ്? പോഷകബാല്യമാണ് അംഗനവാടി കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആരംഭിച്ച പോഷകാഹാര പദ്ധതി. ഇനി നോക്കിക്കേ, ജർമ്മൻ സൂപ്പർ കപ്പ് കിരീടം നേടിയത് ബയേൺ മ്യൂണിക്കാണ്. ബയേൺ മ്യൂണിക്ക്. 2022 വനിതാ യൂറോ കപ്പ് കിരീടം നേടിയതാരാണ്? ഇംഗ്ലണ്ടാണ്. ഓക്കെ, ഇനി നോക്കാം ഓഗസ്റ്റ് 2-ാം തീയതിയിലെ പ്രധാന വാർത്തകളാണ്. കോമൺവെൽത്ത് ഗെയിംസിന് വനിതകളുടെ ജൂഡോയിൽ സുശീല ദേവിക്കാണ് വെള്ളി. അതുപോലെ പുരുഷന്മാരുടെ 60 കിലോയിൽ വിജയ് യാദവ് വെങ്കലവും നേടുകയുണ്ടായി. ഇനി ഒപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട അല്ലെങ്കിൽ ഒരു റെക്കോർഡായിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കറണ്ട് അഫെയർ വാർത്തയാണ്. നമുക്കറിയാം ഇതിൻ്റെ ചോദ്യം, അതായത് കേരള നിയമസഭയിലെ ഏറ്റവും കൂടുതൽ അംഗമായ വ്യക്തി എന്ന് അറിയപ്പെട്ടിരുന്ന ആരെയായിരുന്നു? KM മാണിയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ മറികടന്നുകൊണ്ട് ഉമ്മൻചാണ്ടി ആരാവുകയാണ്? കേരള നിയമസഭയിൽ ഏറ്റവും കാലം അംഗമായ വ്യക്തി ഉമ്മൻചാണ്ടിയായി മാറുകയാണ്. അദ്ദേഹം ആരെയാണ് മറികടന്നത്? KM മാണിയാണ്. എന്നാൽ നമുക്കൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായിരുന്ന വ്യക്തി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആരായിരുന്നു? KM മാണിയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായ വനിതാ അംഗം ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് KR ഗൗരിയമ്മയാണ്. ഇത് നോക്കിക്കോണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിൽ പുതുതായിട്ട് 7 ജില്ലകൾ വന്നു. അതോടുകൂടിയിട്ട്, അതായത് പശ്ചിമ ബംഗാളിലെ ആകെ ജില്ലകളുടെ എണ്ണം എത്രയായി? 30 ജില്ല ആവുകയും ചെയ്തു. പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി നമുക്കറിയാം മമതാ ബാനർജി ആണെന്നുള്ളത് അല്ലേ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു
PIBയുടെ അല്ലേ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഡയറക്ടറായിട്ട് സത്യേന്ദ്ര പ്രകാശ് ചുമതലയേറ്റ കാര്യം നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യമാണ്. ഇനി നമ്മൾ നോക്കുകയാണ് ISROയുടെ ബേബി റോക്കറ്റ് ഓഗസ്റ്റ് 7 നിക്ഷേപണം കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ SSLV ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് EOS-2 ആസാദി സാറ്റ് എന്നീ ഉപഗ്രഹങ്ങളെയാണ് ലക്ഷ്യത്തിൽ എത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ISROയുടെ ബേബി റോക്കറ്റ് ഓഗസ്റ്റ് 7 വിക്ഷേപണം നടക്കും. ഏതൊക്കെയാണ്? SSLV, ദെൻ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ്? EOS-2 ആൻഡ് ആസാദി സാറ്റ് എന്ന ഉപഗ്രഹങ്ങളെയാണത് ലക്ഷ്യത്തിൽ എത്തിക്കുന്നത്. ദെൻ ഇവിടെ നമ്മൾ പറയുന്നത് 2022 തൊട്ട് മുമ്പ് ആവർത്തിച്ചൊരു കാര്യമാണ്. വനിതാ യൂറോ കപ്പ് കിരീടം നേടിയത് ഇംഗ്ലണ്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. എന്നെ നോക്കിക്കേ, ഫ്രഞ്ച് സൂപ്പർ കപ്പ് കിരീടം PSG നേടിയത് ആരാണ്? PSG ആണ്. പാരീസ് സെയിൻറ്റ് ജർമ്മൻ PSG ആണ് ഫ്രഞ്ച് സൂപ്പർ കപ്പ് കിരീടം നേടിയിട്ടുണ്ടായിരുന്നത്. ഇനി നോക്കിക്കേ, 25 ട്രെയിനിനും നേമം ടെർമിനലും കേന്ദ്രഭരണി, അതായത് റെയിൽവേ ഇൻഫർമേഷൻ സെൻ്ററുകളുടെ പുതിയ പേരേതാണ്? സഹയോഗ്. ഏതാണ്? സഹയോഗ്. കേരളത്തിലെ 25 കേരളത്തിലെ റെയിൽവേ വികസനത്തിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന റെയിൽവേ ഇൻഫർമേഷൻ സെൻ്ററുകളുടെ പുതിയ പേരേതാണ്? സഹയോഗാണ്. സഹയോഗ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് 3-ാം തീയതിയിലെ പ്രധാന വാർത്തകളാണ്. അൽഖ്വയ്ദ ഭീകരൻ സവാഹിരിയെ വധിച്ചത് US ഹെൽഫയർ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഇനി നമ്മളിവിടെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ ആവർത്തിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ചരിത്രത്തിൽ ആദ്യമായി ലോൺ ബോൾസിൽ ഇന്ത്യക്ക് സ്വർണം നേടി. ഒന്ന് നോക്കിക്കോണേ. അതായത് 2022 കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ ലോൺ ബോൾസിംഗിലാണ് സ്വർണം നേടിയിട്ടുണ്ടായിരുന്നത്. ഇന്ത്യ ആരെ തോൽപ്പിച്ചത്? സൗത്ത് ആഫ്രിക്കയാണ് തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ 2022 കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷ വിഭാഗം ടേബിൾ ടെന്നീസിൽ സ്വർണം നേടിയത് ആരാണ്? ഇന്ത്യയാണ്. സിംഗപ്പൂരിനെയാണ് തോൽപ്പിച്ചിട്ടുള്ളത്. കഴിയുമ്പം ഞാൻ കോമൺവെൽത്ത് ഗെയിംസിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കുമേ. ഓക്കെ, ഇനി നമ്മൾ നോക്കാം സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് 3 പ്രധാന വാർത്തകളാണ്. 2022 സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി കോഴിക്കോടായിരുന്നു. എവിടെയാണ്? കോഴിക്കോട്. എന്നാൽ സ്കൂൾ കായികമേള വേദിയായത് എവിടെയാണ്? തിരുവനന്തപുരമാണ്. ശാസ്ത്രമേള വേദിയാവുന്നത് എറണാകുളമാണ്. അപ്പം കലോത്സവ വേദിയാവുന്നത് എവിടെയാണ്? കോഴിക്കോട്. സ്കൂൾ കായികമേള വേദിയാവുന്നത് തിരുവനന്തപുരം. ശാസ്ത്രമേള വേദിയാവുന്നത് എവിടെയാണ്? എറണാകുളം. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേ, ചൈനീസ് ഭീഷണി തള്ളി പെലോസി തായ്വാനിൽ. ജസ്റ്റ് കാര്യങ്ങളാണ്. അതായത് അമേരിക്കയുടെ ജനപ്രതിനിധി സഭാ സ്പീക്കറാണ്. ആരാണ്? നാൻസി പെലോസി. ഓക്കെ ആണല്ലോ. ഇത് നമുക്ക് അടുത്ത് നോക്കാം. ഇന്ത്യൻ ജൂനിയറിലെ ടീമിന് ഏഷ്യൻ റെക്കോർഡ്. അണ്ടർ 20 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് കാലി കൊളംബിയയിലാണ് നടക്കുന്നത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വയ്ക്കുക കേട്ടോ. ഇനി നോക്കാം, നമ്മൾക്ക് സൗജന്യ ക്ലാസ്സുകൾ, അതായത് എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് നമുക്ക് അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ, കേരളത്തിലെ ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ നമ്മളുടെ സൗജന്യ ക്ലാസ്സുകൾ ഉണ്ടാവുന്നതാണ്. ധാരാളമായിട്ടുള്ള ബാച്ച് കോഴ്സുകൾ, മിഷൻ 2023 വേണ്ടിയിട്ടുള്ള 12th ഡിഗ്രി ലെവലിന് വേണ്ടിയിട്ടുള്ള ഒരു ബിഗിനേഴ്സ് ബാച്ച്, ദെൻ 10th ലെവൽ മെയിൻസിന് വേണ്ടിയിട്ടും പ്രിലിംസിന് വേണ്ടിയിട്ടും ഇനി വരാനിരിക്കുന്ന പരീക്ഷകൾക്കും വേണ്ടിയിട്ടുള്ളൊരു ബാച്ച്. ഒപ്പം തന്നെ നിങ്ങൾക്ക് അൺഅക്കാഡമി ലൈറ്റ്, അതായത് 25 അധികമുള്ള സെക്ഷണൽ മോക്ക് ടെസ്റ്റ് സീരീസ്, ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, നമുക്ക് ടോപ്പ് എക്സ്പേർട്സ് തയ്യാറാക്കിയ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് 6 മാസത്തെ സബ്സ്ക്രിപ്ഷൻ വെറും 179 രൂപയ്ക്ക് കിട്ടുന്നതാണ്. ഷാഫി ഐ SHAFI ഷാഫി ഐ എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിതിൽ 10% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. 169 രൂപ. പ്ലസ് നിങ്ങളുടെ ക്രെഡിറ്റ്സ്, സൗജന്യ ക്ലാസ് കാണുന്നതിൽ നിങ്ങൾക്ക് ധാരാളമായിട്ടുള്ള ക്രെഡിറ്റ്സ് കിട്ടുന്നതാണ്. അതും അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു 162 രൂപയ്ക്ക് ഈ 6 മാസത്തെ സബ്സ്ക്രിപ്ഷൻ ലഭിക്കുന്നതാണ്. മോക്ക് ടെസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടെസ്റ്റാണ്. താല്പര്യമുള്ളവർ സബ്സ്ക്രിപ്ഷൻ എടുത്ത് പഠിക്കാൻ നോക്കുക. ധാരാളമായിട്ടുള്ള ടെസ്റ്റ് സീരീസ്, ഇഷ്ടമുള്ള അധ്യാപകരിൽ നിന്ന് പഠിക്കാം. കംപ്ലീറ്റ് ആയിട്ടുള്ള എക്സാം പ്രിപ്പറേഷൻ, റെഗുലർ ആയിട്ടുള്ള ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്, കംപ്ലീറ്റ് സിലബസ്, ഫ്രീ ടെസ്റ്റ് സീരീസ്, മോക്ക് ടെക്സ്റ്റുകളെല്ലാം നിങ്ങൾക്ക് എന്താണ് അൺഅക്കാഡമി സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് തിരിച്ചു വരാം. നമ്മളിനി പറയാൻ പോകുന്നത് ഓഗസ്റ്റ് 4-ാം തീയതിയിലെ പ്രധാന വാർത്തയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ
49ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് യു ലളിത്. ആരാണ്? യു ലളിത്. ആരായിരുന്നു 48ാമത്തത്? NV രമണ. ആരാണ്? NV രമണയായിരുന്നു 48ാമത്തെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ്. എന്നാൽ ഇപ്പോഴത്തെ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റിസ് യു ലളിതാണെന്ന് ഓർത്തു വെക്കണം. ഇനി നമുക്ക് നോക്കാം. ഇവിടെ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ആവർത്തിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, സെൻട്രൽ വിജിലൻസ് കമ്മീഷണറായി നിയമിതനാവുന്നത് ആരാണ്? സുരേഷൻ പട്ടേലാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. സെൻട്രൽ വിജിലൻസ് കമ്മീഷണറായി നിയമിതനായത് ആരാണ്? സുരേഷൻ പട്ടേലാണ്. മറ്റ് കമ്മീഷണർമാർ അരവിന്ദ് കുമാർ, പ്രവീൺ കുമാർ, ശ്രീവാത്സവ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഓഗസ്റ്റ് 4-ാം തീയതിയിലെയും 5-ാം തീയതിയിലെയും വാർത്തയാണ്. ഉത്തർപ്രദേശിൽ ഹിന്ദി സംസ്ഥാനത്തിൻ്റെ 2021 സൗഹാർദ്ദ സമ്മാൻ പുരസ്കാരം നേടിയത് KS ഓമനനാഥനാണ്. ഓക്കെ, അപ്പോൾ KS ഓമനാഥനാണ് ഉത്തർപ്രദേശ് ഹിന്ദി സംസ്ഥാനത്തിന് 2021 സൗഹാർദ്ദ പുരസ്കാരം നേടിയത്. ഇനി നോക്കിക്കേ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാര്? മുരളി ശങ്കർ. ആരാണ്? മുരളി ശങ്കറാണ്. കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാരാണ്? മുരളി ശങ്കറാണ്. ഒപ്പം നിയോം പദ്ധതിയുടെ ഭാഗമായിട്ട് ദ ലൈൻ എന്ന കാർബൺ രഹിത സ്മാർട്ട് നഗരം നിർമ്മിക്കുന്ന രാജ്യം ഏതാണ്? സൗദി അറേബ്യ. നിയോം പദ്ധതിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ദ ലൈൻ എന്ന കാർബൺ രഹിത സ്മാർട്ട് നഗരമാണ് നിർമ്മിക്കുന്ന രാജ്യം സൗദി അറേബ്യ. അടുത്തത്, കോമൺവെൽത്ത് ഗെയിംസിൽ ഹൈ ജമ്പിൽ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ താരമാരാണ്? തേജസ്വിനാണ്. തേജസ്വിൻ ശങ്കർ വെങ്കലമാണ് അദ്ദേഹത്തിന് നേടിയിട്ടുള്ളത്. യെസ്. ഇനി അടുത്തത് 5-ാം തീയതിയിലെ പ്രധാന വാർത്തകൾ. കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ 100 മീറ്ററിൽ സ്വർണം നേടിയത് എലൈൻ തോംസൺ ഹെറയാണ്. പുരുഷ വിഭാഗം സ്വർണം നേടിയത് ഫെർഡിനാൻഡ് ഒമാൻലാല, കെനിയക്കാരനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചോദ്യം വരാം ചിലപ്പം, ഫെർഡിനാൻഡ് ഒമാൻല ഏത് രാജ്യക്കാരനാണെന്ന് നമുക്ക് ചോദ്യം വരാം. ആരാണ്? കെനിയക്കാരനാണ്. ഒപ്പം തന്നെ മാഡം പ്രസിഡന്റ് എ ബയോഗ്രഫി ഓഫ് ദ്രൗപദി മുർമു എന്ന പുസ്തകം സന്ദീപ് സാഹു ആണ് രചിച്ചത്. അതായത് ദ്രൗപദി മുർമുവിൻ്റെ ജീവചരിത്രം പുറത്തിറങ്ങുകയാണ്. അപ്പോൾ അത് ആരുടെയാണ് എഴുതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്ദീപ് സാഹു എന്നുള്ള ഓർത്തു വയ്ക്കുക. ഇനി നമുക്കറിയാം ഓഗസ്റ്റ് 6 എന്ന് പറയുന്ന ദിനത്തിൻ്റെ പ്രത്യേകതമാണ് ഹിരോഷിമ ദിനമാണ് അല്ലേ? യെസ്. ഇനി മോദി സർക്യൂട്ട് ടൂറിസം പദ്ധതി ആരംഭിക്കുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? ജിം കോർബറ്റ്. എവിടെയാണ്? ഉത്തരാഖണ്ഡാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഓഗസ്റ്റ് 6 ഹിരോഷിമ ദിനമാണ് നമ്മൾ പറഞ്ഞു. മോദി സർക്യൂട്ട് ടൂറിസം പദ്ധതി ആരംഭിക്കുന്ന ദേശീയോദ്യാനം ഏതാണ്? ജിം കോർബറ്റ് ദേശീയോദ്യാനം. എവിടെയാ? ഉത്തരാഖണ്ഡിൽ അല്ലേ? ഇനി മലേഷ്യക്ക് 18 തേജസ് യുദ്ധവിമാനങ്ങൾ വിൽക്കും. നോക്കിക്കേ, ഈ പറയുന്ന തേജസ് യുദ്ധവിമാനം എന്ന് പറയുന്നത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തൊരു യുദ്ധവിമാനമാണ്. അത് വാങ്ങുന്ന രാജ്യം ഏതാണ്? മലേഷ്യയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് മിസൈൽ വാങ്ങുന്ന ആദ്യത്തെ വിദേശ രാജ്യം ഏതാണ്? ഫിലിപ്പീൻസ് ആണ്. ഏതാണ്? ഫിലിപ്പീൻസ് ആണ്. ഇടതുപക്ഷക്കാരനായ ആദ്യത്തെ കൊളംബിയൻ പ്രസിഡന്റ് ആരാണ്? പെട്രോ ആണ്. ഗുസ്താവോ പെട്രോ. ഓക്കെ. ഇനി ISROയുടെ ബേബി റോക്കറ്റ് നമ്മൾ ജസ്റ്റ് പറഞ്ഞാണ് ഓഗസ്റ്റ് 7 അതിൻ്റെ വിക്ഷേപണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് സ്മോൾ സാറ്റലൈറ്റ് SSLV, ദെൻ EOS-2, അതുപോലെ തന്നെ ഏതാണ്? ആസാദി സാറ്റ് എന്ന് പറയുന്നത് 75 സ്കൂളിലെ വിദ്യാർത്ഥിനികൾ നിർമ്മിച്ച ആസാദി സാറ്റലൈറ്റ് ആണ് അവരവിടെ എത്തിക്കുന്നത്. കുഞ്ഞൻ ഉപഗ്രഹങ്ങളുടെ ബഹിരാകാശ വണ്ടിയാണത്. ഇനി നമുക്ക് നോക്കാം. ഇതിപ്പം ഞാൻ പറഞ്ഞിരുന്നു, ഓൾറെഡി നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യമാണ്, ഒന്നുകൂടെ ആവർത്തിക്കുന്നില്ല. ഇത് നമ്മളുടെ പാരാ പവർ ലിഫ്റ്റിംഗിൽ സുധീർ സിംഗിന് ഗെയിംസ് റെക്കോർഡോടെ സ്വർണം നേടിയ കാര്യമാണ്. 13ാമത് ഭാരത് മുരളി ചലച്ചിത്ര അവാർഡ് നേടിയത് ദുർഗ കൃഷ്ണയാണ്. ദുർഗ കൃഷ്ണയ്ക്കാണ് ഭാരത് മുരളി ചലച്ചിത്ര അവാർഡ് നേടിയത്. ആരാണ്? നടി ദുർഗ കൃഷ്ണ. ദെൻ നെക്സ്റ്റ് നമുക്ക് വരികയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ പവർ പ്ലാന്റ് നിർമ്മിക്കുന്നത് മധ്യപ്രദേശിലെ ഓംകാരേശ്വർ. എവിടെയാണ്? ഓംകാരേശ്വർ, മധ്യപ്രദേശിൽ. നിലവിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സോളാർ പവർ പ്ലാന്റ് എവിടെയാണ്? രാമകുണ്ടമാണ്. തെലങ്കാനയിലെ പെടപ്പള്ളി എന്ന് പറയുന്ന ജില്ലയിലാണ്. അപ്പം ലോകത്തിലെ ഏറ്റവും വലിയ ഒഴുകുന്ന സോളാർ പവർ പ്ലാന്റ് നിർമ്മിക്കുന്നത് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. ഇനി ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുത്തത് ആരാണ്? ജഗദീപ് ധൻകർ ആണ്.
ആരാണ്? ജഗദീപ് ധൻകർ. പഠിച്ചു വെക്കണം. ജഗദീപ് ധൻകർ ആണ് ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണ്? ഇദ്ദേഹം ഉപരാഷ്ട്രപതി ആവുന്നതിന് മുൻപ് പശ്ചിമ ബംഗാൾ ഗവർണറായിരുന്നു. പശ്ചിമ ബംഗാൾ ഗവർണർ. ഇനി നോക്കിക്കേ, ലൈഫ് സ്റ്റൈൽ ഫോർ ദ എൻവയോൺമെൻറ്റ് 2022 കാലാവസ്ഥ ഉച്ചകോടിയിൽ ഇന്ത്യൻ പവലിയൻ പ്രമേയമാകും. ദെൻ 2022 UN കാലാവസ്ഥ ഉച്ചകോടി വേദിയാവുന്നത് ഷാം അൽ ഷെയ്ഖ് ആണ് ഈജിപ്തിൽ. ജോർജ് ഓണക്കൂറിൻ്റെ ജീവിതത്തെപ്പറ്റി സർഗപ്രപഞ്ചം, അതായത് ജോർജ് ഓണക്കൂർ എന്ന പുസ്തകം രചിച്ചത് വത്സല ഓണക്കൂറാണ്. ഓണക്കൂറിൻ്റെ ജോർജ് ഓണക്കൂറിൻ്റെ ജീവിതത്തെ പറ്റിയിട്ടുള്ള സർഗപ്രപഞ്ചമാണ് ഈ പറയുന്ന ഭാര്യ വത്സലയുടെ പുസ്തകം. ആരെ രചിച്ചത്? ഭാര്യയാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് വത്സല ഓണക്കൂർ. ഇനി നമുക്കറിയാം ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമാണ്, ജാവലിൻ ത്രോ ദിനമാണ്. ദേശീയ തലത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യ കി ഉഡാൻ പദ്ധതി ആരംഭിച്ചതാണ് ഗൂഗിളാണ്. നോക്കണം, സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഇന്ത്യ കി ഉഡാൻ പദ്ധതി ആരംഭിച്ചത് ഗൂഗിളാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യൻ നേവി 6 ഭൂഖണ്ഡങ്ങളിൽ പതാക ഉയർത്തും. എത്രയാണ്? 6 കേട്ടോ. അമേരിക്കൻ ഉന്നത കോടതിയിൽ ജഡ്ജിയായി ഇന്ത്യൻ വംശജ രൂപാലി ദേശായി. SSLV ആദ്യ ദൗത്യം വിക്ഷേപിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞു 7ാം തീയതിയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ നെക്സ്റ്റ് നോക്കാം, ഇന്ത്യയിലെ ആദ്യത്തെ യാത്രാ ഡ്രോൺ ആണ്. ഏതാണ്? വരുണ. ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ്? വരുണ. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും വലിയ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫ്ലോട്ടിംഗ് സോളാർ പവർ പ്ലാന്റ് ഓംകരേശ്വർ എവിടെയാണ്? മധ്യപ്രദേശാണ് നിലവിൽ വരുന്നത് അല്ലേ. ഇനി അണ്ടർ 20 സാഫ് ഫുട്ബോളിൽ കിരീടം നേടിയത് ഇന്ത്യയാണ്. കോമൺവെൽത്ത് ഗെയിംസിൽ ഗുസ്തിയിൽ ഇന്ത്യക്ക് മെഡൽ നേടിയിട്ടുണ്ട്. ഒപ്പം തന്നെ 10,000 മീറ്റർ നടത്തത്തിൽ പ്രിയങ്കയ്ക്കും സ്റ്റീപ്പിൾ ചേസിൽ അവിനാഷ് സാബ്ലയ്ക്കും വെള്ളി. പുരുഷ ലോൺ ബേസിൽ ഇന്ത്യക്ക് വെള്ളി. ഞാൻ പറഞ്ഞിരുന്നു ഓൾറെഡി നമ്മൾ എടുത്തുതരാമെന്നുള്ളത്. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 7 വരെയുള്ള പ്രധാനമായിട്ടുള്ള കറണ്ട് അഫയേഴ്സ് വാർത്തകളാണ്, ചോദ്യങ്ങൾ, പത്രവാർത്തകളാണ്. ഇനി ഇതിൻ്റെ അടുത്തത് 8 മുതൽ അടുത്ത 15ാം തീയതി വരെയുള്ള വാർത്ത ഉടൻ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.